നമസ്കാരം. സുരാജ് വെഞ്ഞാറമൂട് എന്ന നടനെ നമ്മളെല്ലാ പ്രേക്ഷകർക്കും അറിയാം അല്ലേ? തമാശ റോളുകളിൽ നിന്ന് തുടങ്ങി, ആദ്യം 2 കൊച്ചു കൊച്ചു വേഷങ്ങളിൽ നിന്ന് തുടങ്ങി, പിന്നാലെ ഒരു ക്യാരക്ടർ റോളുകളൊക്കെ ഏറ്റെടുത്ത്, പിന്നാലെ കോമഡി റോളുകളൊക്കെ വന്ന്, പിന്നീട് നായകനായി അതിൽ നിന്ന് ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ് വരെ നേടി. അങ്ങനെ ഇപ്പോൾ നിലവിൽ പല സിനിമകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലേക്ക് സുരാജ് വെഞ്ഞാറമൂട് വളർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വീരധീര സൂര എന്ന സിനിമയുടെ പ്രൊമോഷൻ നടന്നപ്പോൾ പോലും സുരാജ് വളരെയധികം ഹാപ്പി ആയിട്ടാണ് എത്തുന്നത്. തമിഴിലും ഇതേ ചിത്രം, ചിയാൻ വിക്രമിൻ്റെ ചിത്രവും കൂടിയാണ് വീരധീര സൂര. അതിലെ തമിഴിലെടുത്ത അഭിമുഖത്തിലും സ്റ്റാർ വിക്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി, അവിടെ സ്റ്റാർ സുരാജ് വെഞ്ഞാറമൂടാണ്. പിന്നാലെ ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയിൽ ട്രെയിലറിൽ നമുക്ക് കാണാം, ഒരൊറ്റ ഡയലോഗ് മാത്രം ട്രെയിലറിൽ കാണിച്ചുകൊണ്ട് സുരാജിന് അവിടെ വെച്ച് പൃഥ്വിരാജ് കട്ട് ചെയ്യുകയാണ്. എന്താണ് സുരാജിൻ്റെ റോളെന്നോ എന്താണ് ഈ സിനിമയിൽ എമ്പുരാനിലും സുരാജ് ചെയ്യുന്നത് എന്നുള്ളതും വ്യക്തമല്ല. 27-ാം തീയതിയാണ് വിക്രം ചിത്രമായ വീരധീര സൂരയും എമ്പുരാനും റിലീസിനെത്തുന്നത്. ഈ 2 പടത്തിലും സുരാജ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം, തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ്റെ ഒരു ചിത്രം, ഈ 2 ചിത്രത്തിലും സുരാജ് വെഞ്ഞാറമൂട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം റിലീസായ ടൊവിനോ ചിത്രമായ നരിവേട്ട എന്ന സിനിമയിൽ സുരാജിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് ഓഫീസറായിട്ടാണ് സുരാജ് എത്തുന്നത്. സുരാജിൻ്റെ ഒരു കരിയർ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എമ്പുരാൻ ജംഗിൾ പൊളി എന്ന് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു, വൈറലായിരുന്നു. ആ സുരാജിനെ എങ്ങനെയൊക്കെ ആയിരിക്കാം സംവിധായകർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വളരെ കൊച്ചു കൊച്ചു വേഷങ്ങളിൽ നിന്ന് തുടങ്ങി, പിന്നീട് ഇപ്പോൾ നായകനായും സഹനടനായും ഒക്കെ തൻ്റെ ക്യാരക്ടറും കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്ന സുരാജ് വെഞ്ഞാറമൂട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അഭിമുഖങ്ങളിലൊക്കെ വളരെ സീരിയസ് ആയി കാണുന്ന സുരാജ്, പണ്ടൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന സുരാജ് പിന്നീട് ഒരു ക്യാരക്ടർ ചേഞ്ച് നടത്തി. 2014 സുരാജ് എപ്പോഴും പറയുന്നൊരു കാര്യം, എബ്രഡ് ഷൈൻ ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിലൂടെ തനിക്ക് നേടാൻ പറ്റിയൊരു മാറ്റമുണ്ട്. അത് തന്നെയാണ് തൻ്റെ കരിയർ അതിനുശേഷം മാറി എന്നുള്ളതാണ്. ഡോക്ടർ ബിജുവിൻ്റെ പേരറിയാത്തവർ എന്ന ചിത്രത്തിലൂടെയാണ് നാഷണൽ അവാർഡ് കിട്ടിയെങ്കിൽ പോലും പ്രേക്ഷകർ തന്നെ വളരെ ഒരു സീരിയസ് കഥാപാത്രമായി കാണുന്നത് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ കഥാപാത്രത്തിലൂടെയാണെന്ന് സുരാജ് പറയാറുണ്ട്. അതിനുശേഷം ഉണ്ടായ ചേഞ്ചാണ് തൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചതെന്നും സുരാജ് പറയാറുണ്ട്. എമ്പുരാൻ എന്ന ചിത്രത്തിൽ സുരാജിൻ്റെ കഥാപാത്രം എന്താകും എന്നുള്ള ചോദ്യത്തെപ്പറ്റി വലിയ രീതിയിൽ നിൽക്കുകയാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കഥാപാത്രമാണോ? പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വരുന്നതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ സുരാജ്? അങ്ങനെ ഡീകോഡിങ്ങുകളൊക്കെ ട്രെയിലറൊക്കെ വളരെ രസകരമായിട്ട് തന്നെ വരുമ്പോൾ, വീരധീര സൂര എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു 16 മിനിറ്റ് സിംഗിൾ ഷോട്ട് സീനെ പറ്റി സുരാജ് പല അഭിമുഖങ്ങളിലും പറയുന്നത് വ്യക്തമാണ്. തമിഴ് പോലും കൃത്യമായി അറിയാത്ത തനിക്ക് തമിഴ് അവിടെ പോയി തമിഴ് പഠിച്ച് അത് ഡയലോഗുകളും ആ ക്യാരക്ടറും ഏറ്റെടുക്കുകയായിരുന്നു താനെന്നും സുരാജ് പറയുന്നു. നരിവേട്ട എന്ന ടൊവിനോ തോമസ് ചിത്രത്തിൽ എന്താണ് സുരാജ് വെഞ്ഞാറമൂട് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നറിയില്ല. നരിവേട്ട ഏകദേശം മെയ് മാസത്തോളം റിലീസിന് എത്തുകയും ചെയ്യും. അതിനിടയിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വലിയൊരു ക്യാരക്ടർ പോസ്റ്റർ കൊണ്ട് തുടക്കം കുറിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടിലൂടെ. അപ്പോൾ സുരാജിൻ്റെ ഒരു കരിയറും സുരാജ് ചെയ്യുന്ന സിനിമകളിലും ഒക്കെ തന്നെ ആളുകൾക്കൊരു വിശ്വാസ്യത വന്നു തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 27-ാം തീയതി റിലീസാകുന്ന 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലും സുരാജിൻ്റെ സാന്നിധ്യം. ഇനി എങ്ങോട്ടാണ് സുരാജിൻ്റെ കരിയർ സുരാജ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യവും പ്രസക്തമാണ്. തമിഴ്നാട്ടിൽ എസ് സൂര്യയുടെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം സ്റ്റാർ പരിവേഷത്തിലും കൂടി നിൽക്കുകയാണ് സുരാജ്. തമിഴിൽ കൂടുതൽ സിനിമകൾ ചെയ്യാനാണോ സുരാജിൻ്റെ ലക്ഷ്യം? മലയാളത്തിൽ കിട്ടുന്ന ക്യാരക്ടർ റോളുകളിലുപരി നായകനിലേക്കും കൂടെ സുരാജ് ചുവട് വയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. സുരാജിൻ്റെ നായക പദവിയിലുള്ള സിനിമകളൊക്കെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റിലീസായ എക്സ്ട്രാ ഡീസൻ്റ് പോലും തിയേറ്ററിൽ ഡീസൻ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട്. 90 മുതലും ദൃക്സാക്ഷി എന്ന സിനിമയെ പറ്റി നമുക്ക് പറയാൻ വാക്കുകളുമില്ല. അങ്ങനെ സുരാജിൻ്റെ നായക സിനിമകൾ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ജിയോ ബേബിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് പോലും വലിയ അപ്രീസിയേഷൻ ഇന്ത്യ ഒട്ടാകെ തന്നെ ലഭിക്കുകയും ചെയ്തു. സുരാജിൻ്റെ കരിയർ മാറിക്കൊണ്ടിരിക്കുന്നത് മലയാളി പ്രേക്ഷകർ കണ്ടതാണ്. തുടക്കം മുതൽ സിനിമ തമാശയിൽ നിന്നും തുടങ്ങിയെടുത്ത് നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന സുരാജിനെ വരെ പ്രേക്ഷകർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ നിന്ന് കിട്ടുന്ന സംഭാവനകളിൽ നിന്ന് മാത്രമല്ലാതെ തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് മാറി ഇന്ത്യൻ സിനിമയിൽ സുരാജിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നും കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും.